ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വപ്നാസ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 നിമിഷം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഒരു 6 കഷ്ണം ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത് ബ്രെഡ് കൊണ്ടുള്ള ഊത്തപ്പമാണ്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 കഷ്ണം ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അത് ആദ്യം തന്നെ ഒരു മിക്സി ജാർ എടുക്കുക. അതിലേക്ക് ഇങ്ങനെ പിച്ചിച്ചേന്തി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിച്ചിച്ചേന്തി ഇടുന്നത്. അങ്ങനെ ഞാൻ 6 സ്ലൈസ് ബ്രെഡും ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലേക്ക് മാറ്റിയിടാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു 1/4 കപ്പ് റവയാണ്. ഇപ്പോൾ ഇനി ഈ റവയും ബ്രെഡും പൊടിച്ചതും കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കുതിർക്കാൻ വെക്കണം. ഒരു 5 നിമിഷം നേരം കുതിർക്കാൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 കപ്പോളം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് വെക്കുന്നുണ്ട്. ഇതൊന്ന് കുതിരട്ടെ. ആ സമയം ഇതിലേക്ക് സവാളയും തക്കാളിയും ചേർക്കേണ്ടതുണ്ട്. അത് കട്ട് ചെയ്ത് വെക്കാം. ഞാനിതിപ്പോൾ മുമ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു സവാള നല്ലോണം ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, നല്ലോണം ചോപ്പ് ചെയ്തെടുത്തതാണ്. അതുകൊണ്ട് പിന്നെ ഒരു തക്കാളിയും അതേമാതിരി നല്ല പഴുത്ത തക്കാളി നല്ലോണം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് 5 നിമിഷം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ ബ്രെഡും റവയും കലർത്തി വെച്ചത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ കട്ടിയിലാണ് ഇരിക്കുന്നത്. ഇതിനൊന്ന് ലൂസാക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ വീണ്ടും ഒരു 2 കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് അതിൻ്റെ ഭയങ്കര ലൂസാവാനും പാടില്ല, അതേസമയം ഭയങ്കര കട്ടിയാവാനും പാടില്ല. ഒരു മീഡിയം ലെവലിൽ ഇരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ ഞാനിത് വെള്ളം ഒഴിച്ച് കലക്കി എടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും ഉണ്ടല്ലോ, അത് രണ്ടും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഈ 3 ഐറ്റം ചേർത്തിട്ട് നന്നായി ഒന്ന് കലക്കി കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ 1 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. ഇനി ഇതിൽ എരിവിനായിട്ട് ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. അത് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഉപ്പും മുളകും ഇട്ട് കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. ഉപ്പും എരിവും ഒക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. കുറവാണെങ്കിലും ഒന്ന് വീണ്ടും കുറച്ചും കൂടി ഇട്ടിട്ട് കറക്റ്റായിട്ടുള്ള അളവിലേക്ക് ചേർക്കുക. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ? അപ്പോൾ ഇതിൽ ഇനി നമ്മൾ ഇതൊന്ന് ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ദോശക്കല്ല് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. അത് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു തവി മാവെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് പരത്തി, അധികം പരത്താൻ പറ്റില്ല, ഇത് ഇങ്ങനെ കട്ടിയിൽ തന്നെ ഇരിക്കും. ഇങ്ങനെ കരണ്ട് കൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അരികത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒരു 2 നിമിഷം മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം ഇത് നമുക്ക് എടുത്ത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും നല്ലോണം വെന്തതിന് ശേഷം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻസിലൂടെ ഒന്ന് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.